ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടുത്തെ കോൺസ്റ്റബിൾ ബാലേട്ടൻ ഒരു പരാതിയുമായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിയാണെന്നും അദ്ദേഹത്തിന് അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് അജയ് അദ്ദേഹത്തിൻ്റെ തലയിൽ അത് നൈസായിട്ട് വെച്ച് കൊടുക്കുക. ഇയാളെൻ്റെ പുക കണ്ടേ അടങ്ങുള്ളൂ, ഇനി ഭൂമി തന്നെ ശരണം എന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുക കേട്ടോ. ഈ സമയം ഭൂമിയാണെങ്കിൽ കടയടച്ച് വീട്ടിൽ പോകാൻ നോക്കുമായിരുന്നു. അപ്പം ഭൂമി എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. പുതിയൊരു കേസുണ്ടെന്ന് പറഞ്ഞു. ഈ പോലീസ് സ്റ്റേഷൻ അടച്ചത് കണ്ടില്ലേ, ഇനി കേസൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2 മിനിറ്റ് ഷോ എന്താ ഇത്, അതിർത്തിയുടെ സെൻറ്ററിൽ ഒരു മുട്ടൻ ആഞ്ഞലി മരുന്നിപ്പുണ്ട്. അവകാശ തർക്കമാണേ. അപ്പോൾ 2 പേർക്കും തുല്യ അവകാശമല്ലേ, മുറിച്ച് കാശ് വാങ്ങി 50-50 എടുക്കണം എന്ന് പറഞ്ഞു. അതിനടുക്കുന്നില്ല എൻ്റെ ഭൂമി. 2 പേരും പറയുന്നത് അവരുടേതാണെന്ന് പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ എന്നെ അയ്യോന്ന് ഓർത്ത് ഭൂമി ഇങ്ങനെ നിൽക്കുക. അതിനോട് ചേർന്ന് വേറെ വീടൊക്കെ ഉണ്ടോ? അപ്പോൾ ഉണ്ട്. അവരെ പഞ്ചായത്തിൽ പരാതിപ്പെടുന്നു. പിന്നെ ആഞ്ഞലി ഏത് നിമിഷവും അവരുടെ വീടിന് മുകളിലേക്ക് വീഴും. പഞ്ചായത്ത് മുറിച്ച് മാറ്റാൻ ഓർഡർ ഇടുന്നു. മുറിച്ചത് 2 പേർക്കും പഞ്ചായത്ത് തന്നെ കൊടുത്തോളൂ എന്ന് പറയുമ്പം അത് വേണോ? അതെ, പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് വെറുതെ അങ്ങ് അടിച്ചോളാൻ പറഞ്ഞു. അവർ തമ്മിൽ അത് തീർപ്പാവും എന്ന് പറഞ്ഞപ്പോൾ അത് ഐഡിയ ടാൻസ് ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ ഭൂമിയുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഈശ്വര, ഈ മാത്തമാറ്റിക്സ് കണ്ടുപിടിച്ചവനെ എന്നും പറഞ്ഞു നിൽക്കുമ്പോൾ അജയ് വീട്ടിൽ പോകാനായിട്ട് വരിക. അപ്പോഴേക്കും നമ്മുടെ ഭൂമി അവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക, പോകാൻ പറ്റുന്നില്ല. ആ സമയത്ത് അജയ് വന്ന് ഭൂമിയുടെ അടുത്ത് നിർത്തി. എന്തു പറ്റിയടോ എന്ന് ചോദിച്ചു. വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞു. എന്നാൽ താൻ വാ, ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിക്കൊരു മടി കയറാനായിട്ട് വാടോ എന്നും പറഞ്ഞ് വിളിച്ചു. ഭൂമി വണ്ടിയുടെ പിറകിൽ കയറി. അങ്ങനെ 2 പേരും കൂടി പോവുക. അങ്ങനെ അജയും ഭൂമിയും കൂടി അവിടെ നിന്ന് പോണു. 2 പേരും കൂടെ അങ്ങനെ പോകുമ്പോൾ സാർ എൻ്റെ എല്ലാ ധാരണകളും പൊളിച്ചടുക്കിയിരിക്കുകയാണെന്ന് ഭൂമി അജയോട് പറയാട്ടോ. ഞാൻ കരുതിയിരുന്നതേ മനുഷ്യത്വം ഇല്ലാത്ത അഹങ്കാരി ചൊറിയൻ എന്നൊക്കെ ആയിരുന്നു കേട്ടോ. സാറിൻ്റെ മനസ്സിലെ ഒരു പിഞ്ച് ഹൃദയം ഉണ്ടെന്നും എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയം ഉണ്ടെന്നും നമ്മുടെ ഭൂമി അജയോട് പറയുന്നു. അപ്പോൾ അജയ് വണ്ടി കൊണ്ടുവന്ന് അവിടെ അങ്ങ് നിർത്തി. ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയെ പിടിച്ചിറക്കി. ഭൂമി ഇറങ്ങി ചുറ്റിനും നോക്കുക. എൻ്റെ ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അധികം ഓവർ സ്മാർട്ട് ആവണ്ട കേട്ടോ. നിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഞാൻ ഒരു പോലീസ് അവാർഡിനും പോകുന്നില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ് അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്കും ഭൂമി പെരുവഴിയിൽ നിൽക്കും. എന്തൊരു പണി ഇയാൾ കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭൂമി അവിടെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും പോയ അജയ് കറങ്ങി തിരിച്ചു വന്നിട്ട് അജയ് ഭൂമിയുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തി. കയറാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് 2 ഒച്ച വയ്ക്കല്. ആ സമയത്ത് ഭൂമി വണ്ടിയിലേക്ക് കയറി. പിന്നെ 2 പേരും കൂടെ പോകണം. ഈ സമയം രാത്രി പഴക്കടയിൽ നിന്ന് പഴം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ അഞ്ജന. ആ വഴിയാണ് ഇവർ 2 പേരും കൂടെ വരുന്നതും. അങ്ങനെ അപ്പോഴത്തെ ഞാൻ ഓവർ സ്മാർട്ട് ആവാൻ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഭൂമി എന്നെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ താനെന്താടോ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചാൽ അജയ്. തൽക്കാലം ഓവർ സ്മാർട്ട് ആവാൻ ഞാൻ നോക്കുന്നില്ല എന്ന് ഭൂമി. താനൊന്ന് നോക്കടോ എന്നും പറഞ്ഞ് നമ്മുടെ ഭൂമി ഇങ്ങനെ ഇരിക്കുക. പ്ലീസ് ഒന്ന് നോക്കിക്കേടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി ഇങ്ങനെ അജയുടെ ഷർട്ടിൻ്റെ കോളറിൽ എന്തോ പറ്റിയിരിക്കുക. അപ്പോൾ അജയ് അത് നോക്കാൻ പറഞ്ഞപ്പോഴാണ് ഭൂമി ഇതൊക്കെ പറയുന്നത്. ഒന്ന് നോക്കടോ പ്ലീസ് എന്ന് പറഞ്ഞ് അജയ് കുറേ പറഞ്ഞപ്പോൾ ഭൂമി നോക്കുക കേട്ടോ. അങ്ങനെ ഷർട്ടിൻ്റെ കോളറിലുള്ളത് ഇങ്ങനെ എടുത്ത് ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വണ്ടി ഓടുന്നു. ഈ സമയത്ത് ഈ അഞ്ജന ഫ്രൂട്ട്സ് മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാഴ്ച കാണുന്നത് ഭൂമി അജയുടെ കഴുത്തിൻ്റെ പിറകിലേക്ക് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അഞ്ജനയുടെ കിളി പോയി. അഞ്ജന കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അംബിക അവിടെ മോള് വരാത്തതുകൊണ്ട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴേക്കും അച്ചുവേട്ടൻ വന്നു. കടയിൽ നല്ല തിരക്കായിരിക്കും അച്ചുവേട്ടാ, അവർ കട അടയ്ക്കാൻ വൈകുമെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഭയവാ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചുവേട്ടൻ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ ഉള്ളിൽ തീയായിട്ട് നിൽക്കുന്നു. അംബികയും അതുപോലെ തന്നെ. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ വീട്ടുമുറ്റത്തേക്ക് അജയും അഞ്ജനയും കൂടെ വരുന്നു. അയ്യോ, ഇതാരാ CI സാറോ എന്ന് അച്ചുവേട്ടൻ ചോദിച്ചു. അപ്പോൾ സാർ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം വേണ്ട, ഇനി ഒരു ദിവസം ആകാമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് കഴിക്കണം, ഇല്ലെങ്കിൽ മുത്തശ്ശിക്ക് അത് വിഷമമാകുമെന്ന് പറയാട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ കാര്യം മോൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ എന്ന് അംബിക പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ അമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഭൂമി. അന്നേരം അമ്മയുടെ നാടകം കണ്ട് വീണതാ അച്ഛൻ എന്നും പറഞ്ഞ ഇങ്ങനെ പറയാം. അപ്പോൾ അവർ 2 പേരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, കള്ളച്ചിരിയൊക്കെ ആയിട്ടോ. അപ്പം ഞാനും കോളേജിൽ വെച്ച് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് അജയ്. നാടകം പൂർണ്ണമായിട്ട് നിർത്തിയോന്ന് ചോദിച്ചപ്പം നിർത്തി, ഉറക്കം നിൽക്കണ്ടെന്ന് ഞാനാ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അമ്മ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നും പിന്നെ ഒരു ദിവസം അച്ഛൻ വീണ ആ സീൻ അഭിനയിച്ച് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഭൂമി പെണ്ണ് എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം അമ്പേക്ക് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സാർ
കാണാനില്ല എന്നും പറഞ്ഞ ഒരു നോട്ടീസ് പതിച്ചായിരുന്നല്ലോ, അമ്മയും കുഞ്ഞിനെയും കാണാനില്ലെന്നും പറഞ്ഞു. എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പം രണ്ടുപേരെ ഉടനെ കിട്ടും, ചില സൂചനകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ അജയ് പോകുന്നു. അച്ചുവേട്ടൻ്റെ ഉള്ളിൽ അന്നേരത്തേനും ആദ്യം നീയും കൂടി ഇങ്ങനെ വിഷമിച്ച് അദ്ദേഹം നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഭൂമി അകത്തേക്ക് കയറി പോണു. ഭൂമി അകത്തേക്ക് കയറിപ്പോയപ്പോൾ മോളെ അതെ നാളെയോ മറ്റന്നാളോ നമുക്ക് നമ്മുടെ നാട്ടിലോട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞു. അച്ഛനും തുടങ്ങിയല്ലോ നാടും നൊസ്റ്റാൾജിയും ഒക്കെ. അതെ ഉടനെ പോകാനൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞു ഭൂമി. അച്ഛനെ എവിടെയെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നും അൾസറിന് ചികിത്സിക്കുകയും വേണം, അതിന് നമുക്ക് കാശ് വേണമെന്നും ഭൂമി പറയാം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞു. ഓക്കെ അമ്മേ വിശക്കുന്നു അന്ന് എന്തായാലും എടുത്ത് തന്നെയെന്നും പറഞ്ഞിങ്ങനെ പോവുക. ഭൂമി അകത്തേക്ക് കയറി പോകുമ്പോൾ അച്ചുവേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, സാവധാനം നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് അംബിക അച്ചുവേട്ടനോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അച്ചുവേട്ടൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ഈ സമയത്ത് അജയ് വീട്ടിലേക്ക് വരുന്നു. അഞ്ജന വഴിയിൽ ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കുവാണ്, അജയ് ഉമ്മറത്തേക്ക് പോലും കയറ്റാതെ. അപ്പം അജയ് കയറി ചെന്നപ്പോൾ അജയ് നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ യൂണിഫോം കണ്ടപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ കണ്ടല്ലോ നീ ഒരു പെണ്ണിനെയും പുറകിലിരുത്തി ബൈക്കിൽ കറങ്ങുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ അതോ അതെൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞു. അത് ആ ചായക്കടക്കാരി ഭൂമിയല്ലേ എന്ന് ചോദിക്കുമ്പം പിന്നെ എന്തിനാ നീ അതൊക്കെ ചോദിച്ചത്? അവൾ നിന്നെ കെട്ടിപ്പിടിച്ചാണല്ലോ ഇരുന്നത്. അപ്പോൾ ആണോ? ഞാൻ കണ്ടതാ എന്നും പറഞ്ഞ അഞ്ജന. അതെ ആ സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് അജയ് ചോദിച്ചു. എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ. അപ്പം ദേ എന്തിനു പോയതാ? അതും ആ സമയത്ത് അത് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞപ്പം ആണോ എങ്കിലേ ഭൂമിയെ കൊണ്ടുപോകുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് അജയ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതുമാത്രമല്ല അത് എൻ്റെ ജോബാണ്. അവൾ നിന്നെ കെട്ടിപ്പിടിച്ച ഉമ്മ വെച്ച് യാത്ര ചെയ്തല്ലോ, അതും പാർട്ട് ഓഫ് ജോബാണോടോ. അവൾ എന്നെ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അജയ് അന്നേരം ചോദിക്കുക. നമ്മൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാലും ഞാനിത് തുടരുക തന്നെ ചെയ്യുമെന്ന് അജയ്. അപ്പം ഞാനത് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് അഞ്ജന. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവളോടൊപ്പം മാത്രമല്ല എത്ര സ്ത്രീകളോടൊപ്പം വേണമെങ്കിലും ഞാൻ ചുറ്റി അടിക്കും. പിന്നെ വേണമെങ്കിലേ നീ എന്നെ അങ്ങ് കെട്ടിയാൽ മതി കേട്ടോ. ഈ വിവാഹത്തിൽ നിന്ന് ചാടാൻ നീ ഇത് വെറുതെ പറയുന്നതാണെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് അഞ്ജന. നീ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും നിന്നെ ഞാൻ വിടില്ല. വിവാഹത്തിന് ശേഷം ദേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പം അതെ ഏതൊക്കെ ലെസൺസാണ് നീ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ ഒന്ന് പറഞ്ഞാലേ അതിൻ്റെ ടെക്സ്റ്റൊക്കെ ഞാൻ വാങ്ങിച്ച് വെക്കാമെന്ന് അജയ് അഞ്ജനയോട് പറഞ്ഞു. പിന്നെ നീ പറഞ്ഞില്ലേ ഭൂമിയുടെ കാര്യം. അപ്പോൾ ഷീ ഈസ് ഹോണസ്റ്റ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റിംഗ്, ഇൻ്റലിജൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഏതൊരു പുരുഷനും അവളെ ഇഷ്ടപ്പെട്ടു പോകും എന്ന് പറയുമ്പം എന്ന് വെച്ചാൽ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടു എന്നാണോ അർത്ഥം? അതെ അങ്ങനെ തന്നെയാ. എന്തേ? ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്. ഞങ്ങൾ മീറ്റ് ഫോർ ഈച്ച് അതർ. അജയ് ആർ യു സീരിയസ്? യെസ് ഐ ആം സീരിയസ്. അഞ്ജനക്ക് ഇതൊക്കെ കേട്ടപ്പോൾ കിളി പോയി ഇങ്ങനെ നിൽക്കുക. പിന്നെ നീ ഇത് മുത്തശ്ശിയോടൊന്നും പറയാൻ നിൽക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു, അവളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഐ ലവ് യു ഭൂമി എന്നും പറഞ്ഞേണ്ട അഞ്ജനയുടെ മുന്നിൽ കിടന്ന് നമ്മുടെ അജയുടെ ഷോ. ദേ ഭൂമി ഐ ലവ് യു പറഞ്ഞ് ചേട്ടനകത്തേക്ക് കയറി ഛേ എന്ന് പറഞ്ഞ അഞ്ജന അവിടെ നിൽക്കുക. സമയത്ത് ഉറക്കം കിട്ടാതെ നമ്മുടെ അച്ചുവേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അംബിക വന്നിട്ട് എന്താ അച്ചുവേട്ടൻ ഇങ്ങനെ നടക്കണേന്ന് ചോദിച്ചു. ദേ അവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അജയ് സാറ് പറഞ്ഞില്ലേ, ഇനി തെളിവുകൾ വല്ലതും കിട്ടിയോന്ന് എനിക്ക്. അച്ചുവേട്ടൻ പറഞ്ഞില്ലേ മോളെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അവർ തിരക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ആരായാൾ? അപ്പം തീർത്ത് പറയാറായിട്ടില്ല എന്നും അച്ഛനെന്ന് ഞാൻ കരുതുന്ന ആളുമായി ഞാൻ സംസാരിക്കുന്നുണ്ടെന്നും ഭൂമിയാണോ അയാളുടെ മകളെന്ന് അറിയാനെന്ന് അദ്ദേഹം പറയുമ്പോൾ ആണെങ്കിലും വിട്ടു കൊടുക്കില്ല ഞാൻ എന്നും പറഞ്ഞിങ്ങനെ അച്ചോട്ടൻ നിൽക്കുക. അപ്പോഴത്തേക്കും ഭൂമി വന്നു. അച്ഛാ എന്താ ഇങ്ങനെ വിട്ടു കൊടുക്കില്ലെന്നൊക്കെ പറയുന്നത്? ഒന്നുമില്ല മോളെ, അത് പിന്നെ ഞങ്ങൾ അച്ഛാ നുണ പറയുമ്പോൾ മാന്യമായിട്ടുള്ള നുണ പറയാനുള്ള എന്തെങ്കിലും കണ്ടുപിടിച്ച് എടുക്കണം കേട്ടോ. ഞാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്കിടയിൽ? അപ്പം അമ്മ എന്ത് പ്രശ്നം? എനിക്കൊരു സംശയം ഒരാഴ്ചയായിട്ട് തുടങ്ങിയതാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഗൂഢാലോചന. എന്താ അത് പറ എന്നും പറഞ്ഞ് നിൽക്കണം. എന്നിൽ നിന്ന് എന്തോ ഒരു രഹസ്യം ഒളിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു രഹസ്യം ഉണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ഇങ്ങനെ ഭൂമി പറയുമ്പോഴേക്കും ഇവർ രണ്ടുപേരും അന്താളിച്ചിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയോടെ ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുന്നു. ഭൂമി അകത്തേക്ക് കയറി പോകുന്നു. പോയ ഭൂമി ഇറങ്ങി നിന്നിട്ട് അതെ ഞാൻ വെറുതെ പറഞ്ഞതൊന്ന് വന്നേ ഇങ്ങോട്ട് വാ,
നിങ്ങൾ രണ്ടാളും എന്ത് രഹസ്യം വേണമെങ്കിലും സൂക്ഷിച്ചോ, അത് എന്തായാലും എൻ്റെ നല്ലതിനായിരിക്കും എന്നുള്ളത് എനിക്കറിയാം എന്ന് ഭൂമി അന്നേരം അവരോട് പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കണേ, വാ വന്നേ എന്നും പറഞ്ഞ് അങ്ങനെ ഭൂമി അങ്ങോട്ട് കയറി പോണു അമ്മയും കൂട്ടി. അച്ഛൻ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ രാവിലെ അവരുടെ വെഡ്ഡിങ് കാർഡ് അടിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. സംഗീതയും ഈ പറഞ്ഞ നമ്മുടെ മുത്തശ്ശിയും ഭവാനി അവിടെ നിൽക്കുന്നു. മാധവൻ തൊട്ടരികിലിരിപ്പുണ്ട്. ആ സമയം എൻഗേജ്മെൻറ്റിനുള്ള കാർഡിൻ്റെ മോഡൽ സമയം എന്ന് പറഞ്ഞ സംഗീത ഇതൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പം അതെ, നീ ഇതൊക്കെ കണ്ടായിരുന്നോ മാധവൻ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാം കണ്ടോ അമ്മേ. അതല്ലടാ, ഏത് കാർഡ് സെലക്ട് ചെയ്താലും അതിൽ നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക അടയാളം ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പം അതെന്താണെന്ന് ചോദിച്ചു. അതെന്താണെന്നോ? 10-28 വർഷം ആയില്ലേടാ നീ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, അതെന്താണെന്ന് നിനക്ക് ഇതുവരെയായിട്ട് അറിയാൻ പാടില്ലേടാന്ന് ചോദിച്ചു. ഭവാനി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആ ഒരു ചിഹ്നം ഉണ്ടല്ലോ, ആ ചിഹ്നത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. അതായത് ഭൂമിയുടെ കഴുത്തിൽ കിടന്ന മാലയുടെ ലോക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു ഇത്. അപ്പോൾ ഒരെണ്ണം കാണിച്ചു കൊടുത്തു. ഇത് നമുക്ക് ഇഷ്ടമായിരുന്നു ചോദിച്ചു. എൻ്റെ കൊച്ചെ, നീ ഈ ഡയലോഗ് ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചേക്കുവാണോ? എപ്പോൾ നോക്കിയാലും അമ്മയ്ക്ക് ഇഷ്ടമാണോ, അമ്മയ്ക്ക് ഇഷ്ടമാണ്, അമ്മ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെ അമ്മ പറഞ്ഞു അങ്ങനെ, ഒന്ന് നോക്കട്ടെ, ഇതല്ല നീ ഇന്നൊന്ന് നോക്കിക്കേ എന്നും പറഞ്ഞു ഇങ്ങനെ പറയാട്ടോ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഒരു ഡിസൈൻ എടുത്തു. ഈ സമയത്ത് അഞ്ജന നേരെ അജയുടെ അടുത്തേക്ക് ചെല്ലുക. നീ ഇതെവിടെ പോകുന്നു എന്നും ചോദിച്ചു. അല്ല, എൻ്റെ മൂവി രജിസ്ട്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രജിസ്റ്റർ എല്ലാം നീ വെച്ചിട്ടുണ്ടോ, അത് എടുത്തോണ്ടോ, ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. നീ എന്താ ഇങ്ങനെയൊക്കെ? എന്താ അജയ്? അങ്ങനെ നമ്മുടെ അജയ് അവളെ പാടെ അങ്ങ് അവോയ്ഡ് ചെയ്യാട്ടോ. നീ ഇന്നലെ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ എന്ന് അഞ്ജന ചോദിക്കുമ്പം, ഞാനിന്നലെ എന്താ പറഞ്ഞത്, നീയും ആ ചായക്കടക്കാരിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അതേലോ, ഞാൻ പറഞ്ഞതെന്താ നീ വിശ്വസിച്ചില്ലേ? ഇല്ല. ഓഹോ, നിനക്ക് തെളിവ് എന്തെങ്കിലും വേണോ? അഞ്ജന, ലൈഫ് ഒന്നേ ഉള്ളൂ, അത് പരമാവധി എൻജോയ് ചെയ്യണം. അവളെ ഞാൻ കൊന്നിരിക്കും എന്ന് അഞ്ജന പറഞ്ഞു. എന്നാൽ ഞാൻ വേറെ ഒരാളെ പ്രപ്പോസ് ചെയ്യും. അപ്പം നീ എന്നെ ഒരിക്കലും കല്യാണം കഴിക്കില്ല? ഒരിക്കലും കഴിക്കില്ല എന്ന് പറഞ്ഞു അജയ്. നീ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല? ഇല്ല എന്നും അജയ് അഞ്ജനയോട് പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ അഞ്ജനയ്ക്ക് തകർച്ച മാറിപ്പോകുന്ന പാവ അജയ് വിശ്വസിക്കുന്നത്. പക്ഷെ പോവില്ല, അതിങ്ങനെ കെട്ടി വരിഞ്ഞ് കിടക്കല്ലേ. ശരി, ഞാനിനി നിന്നെ ശല്യപ്പെടുത്തില്ല, പിരിയാം എന്ന് അഞ്ജന പറയണു. പിന്നെ ഒരിക്കലും നിന്റെ കൂടെയുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കില്ല, ഒരിക്കലും എന്നൊക്കെ പറഞ്ഞപ്പോൾ അജയ്ക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പോയി പറയട്ടെ മുത്തശ്ശിയോട്. അജയ് പാവം അത് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് രണ്ടെണ്ണങ്ങളും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ അജയ് ഇങ്ങനെ വന്നു. അപ്പോൾ അഞ്ജനയും വന്നു. അജയെ കണ്ടപ്പം, അജയ് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള കാർഡുകളാണ് ഇപ്പോൾ ഇവിടുത്തെ ചർച്ച എന്ന് പറയാണ് മുത്തശ്ശി. അല്ല മോനെ, ഇൻവിറ്റേഷൻ കാർഡിനെ എന്തെങ്കിലും പ്രത്യേകത ഡിസൈൻ നിന്റെ മനസ്സിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, അല്ല അഞ്ജനയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം എന്ന് അഞ്ജന പറയുമ്പോഴേക്കും, അജയ് പറയുമ്പോഴേക്കും, എന്താ അഞ്ജനെ നിനക്ക് പറയാനുള്ളത് എന്ന് മുത്തശ്ശി വെച്ചു. എൻഗേജ്മെൻറ്റിനെ കുറിച്ചാണെന്നും എൻ്റെ തീരുമാനം നിങ്ങൾ അംഗീകരിക്കണം എന്നൊക്കെ ഇങ്ങനെ അഞ്ജന പറയുന്നു. പാവ അജയ് പ്രതീക്ഷയോടെ ഇരിക്കുക. അത് ചിലപ്പോൾ എല്ലാവർക്കും സങ്കടമാകുമെന്നും എനിക്ക് അറിയാമെന്നുള്ള കാര്യവും അഞ്ജന പറയാട്ടോ. അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുവാണേ, എന്താ സംഭവം? അജയ് പാവം പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നു. എന്താന്ന് വെച്ചാൽ കാര്യം പറ മോളെ. അത് പിന്നെ ഈ നിശ്ചയം ധൈര്യമായിട്ട് പറ അഞ്ജന എന്ന് അജയ്. അപ്പോൾ ഇവള് ഭയങ്കര പ്രതീക്ഷ കൊടുക്കട്ടെ അഞ്ജയ്ക്ക്. ഈ നിശ്ചയം എന്തോ അടി എന്ന് അമ്മ മോളോട് ചോദിക്കും. ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. ഈ നിശ്ചയത്തിന് ഞാൻ സാരി ഉടുക്കില്ല, നിങ്ങളത് സമ്മതിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജന പറയാം. അത് കേട്ടപ്പോഴത്തേക്കും ഭവാനിക്ക് അപ്പോഴെന്ന് ശ്വാസം നേരെ വീണത്. എൻ്റെ പൊന്നോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി, ഇതാണോ ഇത്ര വലിയ കാര്യം? അപ്പോഴത്തേക്ക് അജയ് ചാടി എഴുന്നേറ്റു. അപ്പോൾ അങ്ങനെ ഇപ്പോഴേ രണ്ടുപേരും കൂടെ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ തുടങ്ങിയല്ലേ എന്ന് സംഗീതയുടെ വകയൊരു ഡയലോഗ്. ഇത് കേട്ടപ്പോൾ കലി കയറി നമ്മുടെ അജയ് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അപ്പോൾ അത് മുത്തശ്ശിക്ക് സമ്മതമാണ്, സാരി ഉടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് ഈ അഞ്ജന അജയുടെ പിന്നാലെ ചെന്നിട്ട്, നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയതെന്ന് ചോദിക്കുക കേട്ടോ. ഡൽഹിയിലെ എല്ലാ തരികിടയും ചെയ്ത് ജീവിച്ചവളാണ് ഞാനെന്ന് അഞ്ജന അജയോട് പറയാം. ഇത് കേട്ടപ്പോൾ അജയ്ക്ക് ദേഷ്യം വരുന്നു. നിന്നെ ഞാൻ കുറ്റി അടിച്ച് അതിൽ കെട്ടുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് ആ കുറ്റിക്ക് ചുറ്റും മാത്രമേ നീ കറങ്ങുള്ളൂ എന്നും അഞ്ജന അജയോട് പറയാം. ഇത് കേട്ടപ്പോൾ അജയ് ചില്ലറക്കാരനാണെന്ന് വിചാരിച്ച് അഞ്ജന മോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അജയ് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. അവളെന്തോ വലിയ നേടിയ അഹങ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ സത്യൻ തൻ്റെ മകളുടെ കുഞ്ഞിലത്തെ ഫോട്ടോയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് നമ്മുടെ അച്ചുവേട്ടൻ അങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ആ വീടും ഇതൊക്കെ കണ്ട് അച്ചുവേട്ടൻ ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ചെറിയൊരു പെഗ്ഗൊക്കെ കഴിച്ച് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അച്ചുവേട്ടൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. അച്ചുവേട്ടനെ കണ്ടപ്പോഴത്തേക്കും സത്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. രണ്ടച്ഛനും ഒരു മകളും. ആ ഒരു
സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സ്വീകൻ, ടേക്ക് കെയർ, ബൈ ബൈ.